നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ജൂലൈ നിങ്ങളുടെയോ അവരുടെയോ ജനിച്ച മാസം ജൂലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ജൂലൈ എന്ന മാസവുമായി നിങ്ങൾക്കോ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. യു ആർ മൈ ഇൻസ്പിറേഷൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിങ്ങൾ അവരെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു വ്യക്തിയുടെ ബേസിലാണ് അവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നോ, എന്തോ ഒരു ചോദ്യത്തിന് അവർ നിങ്ങളോട് നോ എന്ന ഉത്തരമാണ് പറയുന്നത്. മൈ ലവ്. ഓക്കെ, അവർ നിങ്ങളെ സ്നേഹത്തോടെ മൈ ലവ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോണിൽ നിങ്ങളെ ഇങ്ങനെയായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എല്ലാം നല്ലതിന്, എന്തോ ഒരു കാര്യം, അത് എല്ലാം നല്ലതിന് എന്നൊരു രീതിക്ക് എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മാറ്റി. കാരണം നേരത്തെ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, യു ആർ മൈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവര് അത് കാണിക്കുകയാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിന്റെ ഏറ്റവും നല്ലൊരു സൂചനയാണ് അവർ കുറെയൊക്കെ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിച്ചു തുടങ്ങി എന്ന്. GPY. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെയോ അവരുടെയോ പേരിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നാലും മതി. എന്തായാലും ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. മെഡിക്കൽ ഫീൽഡ്, നിങ്ങളോ അവരോ മെഡിക്കൽ ഫീൽഡിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ കരിയർ ആ മേഖലയിലായിരിക്കാം. ഇപ്പോൾ ഡോക്ടേഴ്സ്, നേഴ്സ്, അങ്ങനെ ആരുമാകാം. ഐ ഡോണ്ട് കെയർ. എന്തോ ഒരു കാര്യം അവര് അത് വലിയ രീതിയിലൊന്നും, അല്ലെങ്കിൽ അവരെ അത് വലിയ രീതിയിലൊന്നും ബാധിക്കില്ല. ഇനിയിപ്പോൾ ബാധിച്ചാലും അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊരു അനുഭൂതി ഇതാദ്യമായാണ്. ഓക്കെ, അതായത് പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ, അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവപ്പെടും. അങ്ങനെ ഒരു സ്റ്റേജിലാണ് അവർ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. സ്പിരിച്വൽ ലൈഫ്.